H1B വിസ ഒരു വർഷം അനുവദിക്കുന്നത് 85,000 പേർക്കാണ്. ഒരു ലോട്ടറി വ്യവസ്ഥയാണ്. ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപേക്ഷിച്ചതിൽ നറുക്കെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള 65,000 പേരെ ആദ്യം തെരഞ്ഞെടുക്കും. പിന്നെ 20,000 പേരെ കൂടുതൽ യോഗ്യതയുള്ളവരെയും തെരഞ്ഞെടുക്കും. അങ്ങനെ 85,000 പേരെ. ഈ 85,000 പേരിൽ 71% പേരും ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യക്കാർ ഏറ്റവും അധികം അമേരിക്കയിലേക്ക് പോയിരുന്നത്, വിദേശത്തേക്ക് പോയത് H1B വിസയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരുന്നത് ടെക്കുകൾക്കാണ്. IIT-യിൽ നിന്നും IIM-ൽ നിന്നും ഒക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ അവർ H1B വിസയിൽ പ്രോസസ്സിലൂടെ അമേരിക്കയിലേക്ക് എത്തുന്നു. ഓർക്കണം, 60,000-ത്തിലധികം പേരാണ് ഓരോ വർഷവും അമേരിക്കയിലേക്ക് H1B വിസയിൽ ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ നെഞ്ചത്തേക്കുള്ള കുത്തു തന്നെയാണ്. ഇന്ത്യൻ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ട്രംപ് കൊടുത്ത പണിയാണ് ഇതെന്ന് വ്യക്തമാക്കുന്നു. ഇന്ത്യ 71% ആവുമ്പോൾ ചൈനക്കാർക്ക് 11.7% മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നതും ഇന്ത്യക്കാണ്. ഇന്ത്യയോട് എന്തുകൊണ്ടാണ് ട്രംപിന് ഇങ്ങനെ പക എന്ന് പലരും ചോദിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ H1B വിസയിൽ അവിടെയുള്ളവർക്ക് ആ വിസ പുതുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഇന്ത്യക്ക് നേരെയുള്ള വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇതിനെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇതിന്റെ തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്കയായിരിക്കും എന്ന് കാര്യവിവരമുള്ളവർ പറയുന്നു. അമേരിക്കൻ വിപണി ഞെട്ടിയിരിക്കുകയാണ്. കാര്യക്ഷമതയുള്ളവരെ വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്താണ് അമേരിക്കയിലെ വലിയ കമ്പനികൾ മുമ്പോട്ട് പോകുന്നത്. അതിനി സാധിക്കാതെ വരും. നാസയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെ പോലും തെരഞ്ഞെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്ത സാഹചര്യമാവും ഉണ്ടാവാൻ പോവുക.